ഇപ്പം 17-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. രാത്രി ഏകദേശം ഒരു 10 മണി സമയത്തുണ്ടാവും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 19-ാം തീയതി വ്യാഴാഴ്ച ആയിരിക്കും, നമ്മുടെ സ്ഥിരം സമയത്ത്. അപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾ അവരുടെ ടൈറ്റിലും തംബ്നെയിലും കണ്ടതുപോലെ തന്നെ നമ്മുടെ അമ്മേനെ നമ്മൾ പാക്ക് ചെയ്യാണ്, അച്ഛനടുത്തേക്ക് പാക്ക് ചെയ്യാണ്. ഒരു 15 ദിവസത്തേക്ക് അമ്മേനെ ഖത്തറിലേക്ക് പാക്ക് ചെയ്യാണ്. ഇവിടെ ഞാനും അമ്മച്ചിയും മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആളുണ്ടാവും, പക്ഷേ അതാരാന്ന് കാണിക്കാനോ പറയാനോ പറ്റില്ല. ആൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, കാണിക്കുന്നില്ല. ഓക്കെ, ആളിപ്പോൾ ഇല്ല, ഇപ്പോൾ 2 ദിവസത്തേക്ക് ഞങ്ങളേ ഉള്ളൂ. വരുമ്പോൾ ഞാൻ പറയാം, വന്നു എന്ന് പറയാം. അപ്പോൾ തൽക്കാലം നമ്മൾ എൻ്റെ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അമ്മയുടെ പാക്കിങ്ങും അമ്മയുടെ യാത്രയും ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. തൽക്കാലം എടുത്ത് വെക്കുന്ന ഇപ്പൊ ജസ്റ്റ് തൽക്കാലം എടുത്ത് വെക്കുന്നേ ഉള്ളത്. പൂപ്പൽ ഉണക്കുന്നു, ഉപയോഗിച്ചോണ്ടിരുന്ന വെട്ടിയല്ലേ, കുഴപ്പമില്ല. ആ, മേൽനോട്ടം വഹിക്കാൻ വന്നല്ലോ ചേച്ചി. ചേച്ചി ഹലോ, മേൽനോട്ടം വഹിക്കാൻ വന്നാണോ? ആ, വിരി ആദ്യം ചെയ്യേണ്ടത് കൊണ്ടുപോകുന്ന അവൻ പറഞ്ഞ പേപ്പർ അടി കൊടുക്കാം. ഇവിടെ എടുക്കൊണ്ട് പോയാലും ദീപായി പിന്നെ എന്നോട് കൂട്ടുകൊടുത്തില്ലായിരിക്കും. അതൊരു സൈഡിൽ വെക്കുന്നുള്ളൂ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കെളുപ്പം എടുക്കാൻ. അത് ഇപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട സാധനമല്ല, അത് അവിടെ ചെന്നിട്ട് എടുത്താൽ മതി. അധികം എന്നാലും ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ വെട്ടിയാണ്ട് കുഞ്ഞിയുടെ ഇടയിലാകുമ്പോൾ ഒരു പാടാം. ഇതിന് കാണും 4 കിലോ അല്ലെ 3 കിലോ. 4 കിലോ 3 കിലോ ഒന്നും ഉണ്ടാവില്ല. 8 കിലോ ഉണ്ടാവുന്നു. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പെട്ടി മേടിച്ചിട്ടേ 5 കിലോ. അത് ലാസ്റ്റ് എടുത്ത് വെച്ചാൽ മതി. പൊടിഞ്ഞു, അത് പൊടിഞ്ഞു പോകട്ടോ ഒപ്പം എടുത്ത് വെച്ചാൽ. ആ, കുഴപ്പമില്ല. നാളെ മാറ്റി പാക്ക് ചെയ്യാം നമുക്ക്. പറഞ്ഞായിരുന്നല്ലോ, ഒന്നേ തോന്നുന്നു ഉണ്ണിക്ക് എടുത്തായിരുന്നോ? ഉമ്മ മേടിച്ച തന്നെയാണോ? വേണ്ട, അവന് വേണ്ടി മേടിച്ചാ. ഇതും കൂടെ ഞാൻ അവന് മേടിച്ചു കൊടുത്തോളാം. അങ്ങോട്ട് പോവില്ലല്ലോ, ഇത് അവിടുന്ന് മേടിച്ചല്ലോ. വേറെ അവിടെ പോകാം, അവനും കൊണ്ട് കൊടുത്തേരും അല്ലേടാ. വേണ്ടാന്നേ വിജയണ്ണ, അത് മതി. പപ്പടം ഇത് രണ്ടും നിനക്ക് മേടിച്ചോ. എന്താ ചെയ്യണ്ടേ? അതവിടെ ഇരുന്നോട്ടെ, പാവം. അത് അവർക്ക് എല്ലായിടത്തും കയറി ഒന്ന് മേളിലോട്ട് വഹിക്കണം. വഹിച്ചോട്ടെ, അവിടെ ഇരുന്നോട്ടെ. കഴിഞ്ഞല്ലേ, പോ. എള്ളുണ്ടിയാണോ ഇത്, മാമുണ്ടിയോ? ഓക്കെ, എന്താ അങ്ങോട്ട് വേണ്ടേ? മാറ് മാറ്.
ഇതിപ്പോൾ 18-ാം തീയതി ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണി സമയത്താണ് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് തന്നെ പോകണം. അപ്പോൾ ദേ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. ഏത് അത് അങ്ങനല്ല. തൂക്കി നോക്കണം കേട്ടോ. അടുത്ത അവിടെ അന്ന് ഇപ്പൊ എടുത്തിട്ടാണ്ട് അവിടെ സ്ഥലം ഉണ്ടല്ലോ, തിരിച്ചു വെക്ക്. മുഴുവൻ വെക്കണം. എന്നിട്ട് പറഞ്ഞു നമ്മളെ എപ്പോൾ തുടങ്ങിയതായി ഇതിന് മാത്രം പറഞ്ഞു കെട്ടാനില്ല. ഇവിടെ 2-3 വിളിച്ചിട്ട് എടുക്കും. മലപ്പുറത്ത് വരും. ആ ഡിക്കിയിൽ കുഴപ്പമില്ല. ന്യൂട്രലാക്കിയിട്ടേ സെറ്റായില്ലേ? ആ അങ്ങളുടെ ഫോണ് ശരിയായോ? ഇപ്പോൾ റെഡിയായി. എടുക്കാൻ പറ്റുമോ? ഞാൻ എടുക്കണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. വൺ ബോക്സ് ഒരു പെട്ടി ഉള്ളൂ. ഇത് വലുതായില്ല, അങ്ങനെ തന്നെ
ഇത്ര ആവുള്ളത്. എന്തൊക്കെയുണ്ട്? ആ ഭക്ഷണം കഴിക്കും. പോരെ ഓടി രക്ഷപ്പെടണ്ടേ? കിടക്കണ്ടേ? അത് താന്നു പോയിട്ട് അടിയിലേക്ക്. അതെ അതെ അണക്കെട്ട് പൊട്ടി മോള് വന്നിട്ടുണ്ട്. എനിക്ക് സെബേനെ വിട്ടു പോകുമ്പോൾ ഭയങ്കര വിഷമം. സെബേനോട് വേദനാജനകമായി. എന്താ എന്താ മുട്ടും. കുഴപ്പമില്ല. ഇപ്പൊ ഈ സൈഡോടെ പോയി കയറ്. സാരമില്ല സാരില്ല. നോക്കിയിരിക്കുക അല്ലേ? അത് സാരില്ല. വാ അത് പോയിട്ട് പോരാട്ടോ. അമ്മയെ കൊണ്ട് വിട്ടിട്ട് വരാം. അവിടെ ഇരുന്നോ. കൂട്ടുന്നില്ല പൊട്ടിപ്പൊന്നല്ലേ എന്താ ഇത് വരാൻ മറന്നുപോയി തോന്നുട്ടോ. ഞാൻ എടുത്ത് വെച്ചോളാം. വന്നിട്ട് അത് ലോക്കാണ്. ഇവിടെ അൺലോക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാണോ? ഇതാണോ? റെഡാണോ ലോക്ക്? ഇത് ലൈറ്റ് ഇട്ടില്ല. അവനെ 6 മണിക്ക് മലപ്പുറം പോവാം. സെറ്റ്. ഞാൻ കറങ്ങി വരാം. ഒന്ന് തിരിച്ചു വരാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ വരാം. ദൈവത്തെ വിളിച്ചുകൊണ്ട് പോക്കോ, പേടിക്കണ്ട കേട്ടോ. ശരി നോക്കണം കേട്ടോ. പറ്റും കരയണ്ട. ഓക്കോ കടലാസ് കൊടുക്കുമ്പോൾ നോക്കണം കേട്ടോ. ഫോൺ എടുത്തല്ലോ. ഫോൺ കയ്യിലുണ്ട്. പോട്ടെ. ഫോണും ചാർജറൊക്കെ എടുത്തോ. ഓക്കെ ബൈ. ഉണ്ണി ശരി. പേടിക്കണ്ട കേട്ടോ. പോട്ടെ അങ്ങോട്ട് പോട്ടെ.
അവൻ ചുറ്റി വരട്ടെ. ഇവളത് അങ്ങോട്ട് പോകുന്നുണ്ടോ കൊണ്ട് പോകും ബ്ലാക്ക്. എടാ അങ്ങല്ല, അങ്ങ് ലൈറ്റും ഉണ്ട്, ട്യൂബ് ലൈറ്റും ഉണ്ടോ? അതാ കറങ്ങി തിരിച്ചു വരുന്നു, അതാ ഇങ്ങോട്ട് വരുന്നു. അമ്മ അതാണ്ടാ വരുന്നത്, കണ്ടോ? അമ്മ കണ്ടോ? എന്ത് ദൂരം കാണത്തില്ല. അതാ കൈ കാണിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ. അതാണ് പേപ്പർ എടുത്ത് കൊടുക്കുന്നു, കണ്ടോ? ഇപ്പൊ കണ്ടോ? എന്തെങ്കിലും കാണുന്നില്ല. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വേണം കണ്ടോ? ഇപ്പൊ കണ്ടോ? അതാണ് അവൻ ആ അവിടെ അങ്ങോട്ട് നോക്കുക നമ്മളെ. പേപ്പർ നോക്കി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട അല്ലേ? പോയോ? അകത്തേക്ക് പോയോ? ഇല്ല. അകത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ലഗേജൊന്നും കൂടുതലൊന്നും ഇല്ലല്ലോ, കുറവല്ല. ഇച്ചിരി അങ്ങോട്ട് പോട്ടെ. അത് വരുമ്പോഴത്തേക്ക് ചോറ് തുറന്ന് അങ്ങോട്ട് പോകുന്നു. അത് തിരിഞ്ഞ് നോക്കുമായിരിക്കും. പോയില്ലേ? സാധനമേ ഹലോ പറഞ്ഞേടാ. ഇറങ്ങും. സംഭവങ്ങൾ എവിടെ പോലും അത് വന്നില്ല. കറക്റ്റ് ഞങ്ങൾ വേണ്ട ഞങ്ങൾ അമ്മേനെ കൊണ്ടിട്ട് തിരിച്ചു വന്നു. അമ്മേനെ കാണാഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളമാണ് ഇവിടെ. പോട്ടെ. ഏയ് അമ്മ ഒരു 10 ദിവസം കഴിയുമ്പോൾ വരൂലേ? വിഷമിക്കണ്ട, പോട്ടെ. ഞങ്ങൾക്ക് ആർക്കും സങ്കടമാണല്ലോ നിനക്ക്? പോട്ടെ. ഇന്ന് പുള്ളി അവർക്ക് മേടിച്ച കൂട്ടത്തിൽ ഞങ്ങൾക്ക് മേടിച്ചതായിരിക്കും ഇത്. അതെ എൻ്റെ കുഞ്ഞ് ഇത് മുഴുവൻ തിരിച്ചു കൊടുക്കണം. നല്ലതാ, ഞാൻ ഒരെണ്ണം കഴിച്ചായിരുന്നു. ഓ പോട്ടെ, സാരില്ല, പോട്ടെ. അപ്പം അമ്മ വിളിച്ചായിരുന്നു. അമ്മ ഇന്നലെ, അതായത് ഇന്ന് വെളുപ്പിന്, ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്. 19-ാം തീയതി വെളുപ്പിനൊരു 5:50 ആകുമ്പോഴത്തേക്കും അവർ അച്ഛനും അമ്മയും തമ്മിൽ കണ്ടു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി വിളിക്കുകയും പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും അവർ തമ്മിൽ കണ്ടു, സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.